ദേവേന്ദ്രനീലനവമേഘവിനിർജിതാംഗം പൂർണേന്ദുബിംബവദനം ശരചാപഹസ്തം സീതാസമേതമനിശം ശരണം ശരണ്യം യതോമതീയമഭിവാഞ്ചതി രാമചന്ദ്രം. ശ്രീരാമചന്ദ്രപ്രഭു പാഹി പാഹി. അഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂല വാസിനം ഭാവയാമി പവമാനനന്ദനം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഗണപതേ നമഃ. കദംബമൂലേ കദളീവനാന്തരെ വിചിത്രരംഗേ വസതി സഹീജനൈഃ വിനോദയന്തി കളനാദവീണയാ സരസ്വതീ നൃത്യതു വാചി മേ സദാ. സരസ്വത്യേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമ്മൾ സ്വയംപ്രഭേരെടുത്ത് എത്തിയില്ലേ, അവിടുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഗുഹാമുഖത്തുനിന്ന് ഇങ്ങനെ അതിന് ഇവര് ദാഹവും വിശപ്പും കൊണ്ട് വല്ലാതെയായി തളർന്നുപോയി. ആനന്ദന്മാർ ആ മരത്തിൽ ഈ മരത്തിലെല്ലാം ഓടിച്ചാടി കയറി കണ്ട പഴങ്ങളൊക്കെ പറിച്ച് തിന്നവര്. ഇവർക്കിപ്പം ഒന്നും ശ്രീരാമന്റെ ദൗത്യം ഏറ്റെടുത്തതിന്റെ ശേഷം ഇവർക്ക് ദാഹവുമില്ല വിശപ്പുമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് അവരിങ്ങനെ നടക്കുന്നത്. അപ്പം ഒരു മാസം ആവാനായത് കൊണ്ട് ഇവർക്ക് ക്ഷീണവും ദാഹവും വിശപ്പും ഒക്കെ വരാൻ തുടങ്ങി. ഭൂസുതയെ കണ്ടു കിട്ടിയതും ഇല്ലല്ലോ നമുക്ക്. നമ്മളിനിയിപ്പോ എന്തെന്ന് സുഗ്രീവൻ എന്തായാലും കൊല്ലും, ഒന്നും ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ തന്നെ എവിടെയെങ്കിലും കിടന്ന് അനശനം ദീക്ഷിച്ചിട്ട് നമുക്ക് മരിക്കാന്നൊക്കെയാണ് അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഗുഹയിലുള്ളുന്ന കുറച്ച് പക്ഷികള് ആദ്രപക്ഷ ക്രൗഞ്ച ആ ക്രൗഞ്ച പക്ഷികൾ ഇങ്ങനെ ചിറകിൽ നിന്ന് വെള്ളം ഒറ്റിക്കൊണ്ട് പറന്ന് പുറത്തോട്ട് വന്നു. അതൊരു നിമിത്തം, ഇവർക്കൊരു സൂചന കൊടുത്തതല്ല അതൊക്കെ. അപ്പൊ ഇവിടെ നല്ലൊരു ഗുഹ ഉണ്ട്, ഇതിനകത്ത് വെള്ളം ഉണ്ടെന്ന് മനസ്സിലായി. വെള്ളമെങ്കിലും കുടിച്ച് ദാഹം തീർക്കാലോ നമുക്ക് എന്നും പറഞ്ഞ് എല്ലാവരും ഗുഹയിലിറങ്ങിയിട്ട് ആകുമ്പോ അവിടെ ഈ ദേവലോകം പോലെയുള്ള, വെറും ഗുഹയല്ല, ദേവലോകം പോലുള്ള മനോഹരമായ ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോ അവിടെ ഒരു സ്ത്രീ, ഒരു അതിമനോഹരിയായ ഒരു ദിവ്യത്വം ഇങ്ങനെ തുളുമ്പുന്നൊരു സ്ത്രീയെ കാണാനിടയായി. അപ്പം ഇവര് വല്ലാണ്ട് ക്ഷീണിച്ചിട്ട് കാണുമ്പോ പറഞ്ഞു, വാനരന്മാരെ, നിങ്ങൾ വളരെ തളർന്നിട്ടും വിശപ്പുള്ളവരായിട്ട് മനസ്സിലായല്ലോ എനിക്ക്. അതുകൊണ്ട് കുറച്ച് ഈ പഴങ്ങൾ കഴിച്ചിട്ട് ക്ഷീണം തീർക്കൂന്ന് പറഞ്ഞു. ധാരാളം പഴങ്ങൾ കൊടുത്തു. അത് ദാഹവും വിശപ്പും ഒക്കെ തീർത്തു. എന്നിട്ട് അവര് പറഞ്ഞു, ഞാനിനി ശ്രീരാമചന്ദ്രനെ കാണാനാണ് പോകുന്നത്. അപ്പൊ എന്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. എന്റെ പേര് സ്വയംപ്രഭ എന്നാണ്. ഞാനൊരു ആകാശഗന്ധർവന്റെ മകളാണ്, ഗന്ധർവ സ്ത്രീയാണ് ഞാൻ. എനിക്ക് ഹേമ എന്ന് പേരുള്ളൊരു അപ്സര സ്ത്രീയും ഉണ്ടായിരുന്നു. സ്നേഹിതയായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഒരുപാട് നല്ല നൃത്തം വെക്കും, അതിമനോഹര നൃത്തം വെക്കുന്നതായിരുന്നു എൻ്റെ കൂട്ടുകാരി. അപ്പൊ ആ നൃത്തം കൊണ്ട് പിന്നെ മഹാദേവൻ എന്ന് പറഞ്ഞ നൃത്തം നല്ലോണം ചെയ്യും. അങ്ങനെ നൃത്തം ചെയ്യുന്നവരെ നല്ല ഇഷ്ടമല്ലേ മഹാദേവന്. അപ്പൊ നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടയാക്കി മുഖേന്ദുശേഖരനായ മഹാദേവന. അപ്പൊ അദ്ദേഹം കൊടുത്തതാണ് ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ ദിവ്യവത്സരാണ അയുധായുധ എത്രയോ വർഷങ്ങളായി. അങ്ങനെ ആ സന്തോഷം കൊണ്ട് മഹാദേവൻ കൊടുത്ത ഗുഹയാണിത്. ഇത് ശരിക്കൊരു ദേവലോകം പോലെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് തോന്നിയില്ലേ? അപ്പോ ഞാനിങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, എന്തെന്നാണ് ആഗ്രഹം, എന്ത് വേണമെങ്കിലും സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈശ്വരൻ മനുഷ്യനായി ഭൂമിയിൽ സഞ്ചരിക്കുന്നത് എനിക്ക് കാണണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഓ സന്തോഷം, അത് നടക്കുന്ന കാര്യം തന്നെയാണ്. എന്താന്ന് വെച്ചാലേ, ഇവിടെ തന്നെ താമസിച്ചോ, കുറേ കാലം കഴിഞ്ഞാൽ ഒരുപാട് നിരവധി വാനരന്മാർ ഇവിടെ വരും. അപ്പൊ നിന്റെ അപേക്ഷ പ്രകാരം ഇവിടെ താമസിക്കും അവര്.
അവരിൽ നിന്ന് നിനക്ക് രാമനെ പറ്റി അറിയാൻ കഴിയും. പിന്നീട് നിനക്ക് രാമനെ തന്നെ ദർശിക്കുകയും ചെയ്യാം. ആ വരം ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. അതാണ് അങ്ങനെയൊക്കെയുള്ളവര് വരം തന്നാൽ എന്തായാലും സാധിക്കുന്നുള്ളതിന് തെളിവല്ലേ ഇത്. വാനരന്മാരെ, എനിക്ക് സന്തോഷായി. അപ്പൊ എനിക്ക് ഒന്ന് രണ്ട് ആ വരം നടപ്പിലാവും എന്നുള്ളതിൽ ഒന്ന് രണ്ട് ലക്ഷണങ്ങളും ഞാൻ കണ്ടു കഴിഞ്ഞു. ഒന്നാമത്തേത് നിങ്ങളുടെ ആഗമനമാണ്. രാമകഥയെ സംബന്ധിച്ച നിങ്ങളുടെ വിവരണമാണ് രണ്ടാമത്തേത്. അവിടുന്ന് താമസിക്കുന്ന സംഘത്തെപ്പറ്റി, സ്ഥലത്തെപ്പറ്റി നിങ്ങൾ നൽകിയ വിവരം. ഇപ്പോൾ രാമദർശനം സാധിച്ച പോലെയുള്ള സന്തുഷ്ടി ഉണ്ട് എനിക്ക്. ഞാൻ നേരിട്ടിട്ട് ആ പുണ്യപുരുഷനായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കണ്ടതുപോലെയുള്ള സന്തോഷം എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. സന്തോഷം കൊണ്ട് ഹർഷോന്മാദത്തിൽ ആമഗ്നയായി എന്നാണ് പറയുന്നത്. സ്വയംപ്രഭ ആനന്ദ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടേയിരുന്നു. ബാലന്മാർക്കും സന്തോഷത്തിന്റെ ബാഷ്പം ഉറഞ്ഞു. ഇതിനിടയിൽ അവർ ധ്യാനത്തിലാണ്ട് എന്തോന്ന് തിരഞ്ഞു. എന്താ അതെന്ന് ആർക്കും അറിയില്ലല്ലോ. കുറച്ചു കഴിഞ്ഞു സ്വയംപ്രഭ ഇപ്രകാരം അറിയിച്ചുകൊണ്ട് നിശബ്ദതയെ ഭഞ്ജിച്ചു. ആ ധ്യാനത്തിൽ അവർക്ക് എന്തോ കിട്ടി. വാനരന്മാരെ, ഒരു കടൽ തീരത്തുള്ള മനോഹരമായ നഗരത്തിലാണ്, സുന്ദരമായ ഒരു ഉദ്യാന മധ്യത്തിലാണ് സീതാദേവി ഏകായിനായി മറ്റാരുമില്ലാതെ തന്റെ വിധിയെപ്പറ്റി വിലപിക്കുകയാണ്. നിങ്ങളെ ദേവിയെ കാണും, സംശയിക്കണ്ട. കുറെ രാക്ഷസികളുണ്ട് ചുറ്റുപാടും. വേറെ ആരും ഇഷ്ടപ്പെടുന്നവരോ ഇഷ്ടപ്പെടേണ്ടവരോ ഇല്ല. വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ അന്വേഷണം തുടരൂ എന്ന് പറഞ്ഞു. യാത്രക്കിടയിൽ ഒരു ദിവസം വാനരന്മാർ വല്ലാതെ ദുഃഖിതരായി. അവർ നടുവേർപ്പെട്ടു. കഷ്ടം, സ്വാമിയായ സുഗ്രീവൻ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയത്ത് രണ്ട് ദിവസമേ ബാക്കി വരും. ദിവസം എണ്ണിക്കൊണ്ടല്ലേ പോന്നത്. ഇനിയും സീതാദേവിയെ കണ്ടെത്തിയിട്ടുമില്ല. സീതയുള്ളവരുടെ ശരിക്കറിഞ്ഞിട്ടുമില്ല. അങ്കദനും ബാക്കിയുള്ളവരും അവരുടെ വിധിയെപ്പറ്റി വിലപിച്ച് നിരാശയിലാണ്ടു. അപ്പം കണ്ണോട് കുടുകുടുകുടുക വെള്ളം നമ്മളിങ്ങനെ ഈ സീതാന്വേഷണത്തിന് വേണ്ടി നടന്നിട്ട് തന്നെ മരിക്കാനാണ് നമുക്ക് യോഗം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കരയാണ് എല്ലാവരും. സീതാന്വേഷണം തുടരുന്നതിനായി കടൽ കടക്കുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞിരുന്നില്ല. അതും അവർ വളരെ ദുഃഖിതരാക്കി. നോക്കിയാൽ കണ്ണെത്താത്ത 100 യോജന വിസ്തീർണത്തിലല്ലേ ഉള്ളത് കടല് വീതി. അങ്ങനെ ജാമ്പവാൻ, ഇത് പ്രായം കൂടിയ ജാമ്പവാൻ, സത്യയുഗത്തിലേ ഉള്ള ആളാണ് ഈ ജാമ്പവാൻ. അദ്ദേഹം അങ്കദനെ പല വിധത്തിൽ ഉപദേശിച്ചു. നീ എന്തിനു ദുഃഖിക്കുന്നു കുട്ടി? രാജകുമാരാ, നമ്മുടെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചില്ലേ? യാതൊരു കർത്തവ്യ വിലോപവും സാധിക്കാൻ നമ്മൾ എല്ലാ സ്ഥലത്തും തിരച്ചിൽ നടത്തിയില്ലേ? നാം അലസരായ ഒരു നിമിഷം പോലെ ഇരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഭക്ഷണത്തെ പറ്റിയോ പാനീയത്തെ പറ്റിയോ നാം ഒരിക്കലും അസ്വസ്ഥതപ്പെട്ടിട്ടില്ലല്ലോ കുട്ടി. സീതാന്വേഷണത്തിൽ നാം തെല്ലും വീഴ്ച വരുത്തിയിട്ടില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആരും സാക്ഷിയില്ലായിരിക്കാം, പക്ഷേ എന്നെ വിശ്വസിക്കൂ, എല്ലാം രാമൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നൽകുന്ന ഏതൊരു ശിക്ഷയിലും രാമന് പങ്കില്ല. നമ്മളൊന്നും ചെയ്യാൻ ശ്രീരാമചന്ദ്ര പ്രഭു അനുവദിക്കൂല സുഗ്രീവനെ, അതുറപ്പാണ്. നമുക്ക് സുഗ്രീവന്റെ ക്രോധത്തെ പറ്റി അതുകൊണ്ട് തന്നെ തെല്ലും ഭയപ്പെടേണ്ടതുമില്ല. ഇത് രാമന്റെ കാര്യമായതുകൊണ്ട് അവിടുത്തെ നാമം നമ്മുടെ നാവിലും രൂപം നമ്മുടെ മനസ്സിലും വെച്ച് നാം ജോലി തുടർന്നുകൊണ്ടേയിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ജാമ്പവാൻ ആശ്വസിപ്പിച്ച സമയത്ത് മനസ്സിന് സുഖമുണ്ടാകാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ സഹോദരന്റെ ശേഷക്രിയ ചെയ്യാനും വെള്ളിൻമണികളെ കൊണ്ട്, അതല്ല ശരിക്കും പറഞ്ഞാല് എന്താന്ന് വെച്ചാല് ഒരു വലിയൊരു ഗർഭം എന്ന് പറഞ്ഞ കഴുകൻ, അത്രയോ വലുത്. ഇവര് ഗർഭവിത്തിൽ കടന്നിട്ട് അനശനം ദീക്ഷിച്ചിട്ട് മരിക്കാനാണ് പരിപാടി, അരിവാനന്മാർ. ആ സമയത്താണ് ഒരു വലിയൊരു ഗുഹയിലുള്ളത്. ഇങ്ങനെ ചിറകൊന്നുമില്ല, ഇങ്ങനെ നടന്നു വരുന്നതിനും അവിടെ വന്നിട്ട് പറയുന്നു, നന്നായി കണ്ടോ, ചിറകില്ലാതെ എനിക്ക് കണ്ടു ഈശ്വരൻ ഒരുപാട് നാളത്തേക്കുള്ള ഭക്ഷണം തന്നിട്ട് ആദ്യം ഏതാന്ന് ചാവുന്ന വെച്ചാൽ അതിനെ കൊത്തി തന്ന. മുമ്പിൽ പ്രാണഹാനി വരുന്നവ സന്തോഷമോട് ഭക്ഷിക്കാം എന്നതിന് കുറേ കാലത്തേക്ക് എനിക്ക് ഇത് മതിയെന്ന് വിചാരിച്ചിട്ട് കുരങ്ങന്മാർ ഇറച്ചും കഴുകന് അതൊന്നുമില്ല. എല്ലാരിറച്ചിയും കഴുകൻ തിന്നും, കഴുകന്റെ ഇറച്ചി ആരും തിന്നൂല. അങ്ങനെയാണ് കഴുകനെ കുറിച്ചുള്ള ഒരു വെപ്പ്. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ഇരുന്നിട്ട് പറയുന്നു, ഈശ്വരാ, അത് വലിയൊരു പക്ഷി, അത് നമ്മളെലിപ്പോ കൊത്തിട്ട് വിഴുങ്ങും, അതിന് ആഹാരമാവാനാണെന്ന് തോന്നുന്നു നമ്മളെ യോഗം. നല്ല സമ്പാദി, എത്ര നല്ലല്ലേ, ഭാഗ്യവാനല്ലേ സമ്പാദി. എന്താ ആ സമ്പാദി എന്ന് വെച്ചാല്
ശ്രീരാമചന്ദ്രന് വേണ്ടിയിട്ടും സീതാദേവിക്കും വേണ്ടിയിട്ടല്ലേ മരിച്ചത്. ഭാഗ്യവാനെന്നെ സമ്പാദി അല്ല ജഡായു എന്നാണ് പറയുന്നത്, സമ്പാദി എന്നല്ല. അപ്പൊ ഇത് ജഡായു എന്ന് കേൾക്കുമ്പോ ഈ അന്ന് കഴുകൻ പറഞ്ഞു, നിങ്ങൾ ആരാന്ന് ഞാൻ നിങ്ങളൊന്നും ചെയ്യൂല കേട്ടോ, പേടിക്കണ്ട. നിങ്ങളെ ഇപ്പൊ ജഡായു നാരി എന്റെ കർണാമൃതമായിട്ട് എന്റെ ചെവിക്ക് പീയൂഷം അമൃത് ആയൊരു പേര് ഇപ്പൊ ആരാ ഇവിടെ പറയുകണ്ടായത്, അതൊന്നും കൂടി പറഞ്ഞോ. എനിക്കത് കേട്ടിട്ട് എന്റെ അനുജനാണത്. ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ സൂര്യന്റെ അടുത്തേക്ക്, സൂര്യമണ്ഡലത്തിന്റെ അടുത്തേക്ക് പറന്ന് പോയി യൗവന കാലത്ത്. അപ്പോ ആ സമയത്ത് എന്റെ അനിയന്റെ ചിറകിന് സൂര്യന്റെ ചൂട് തീ പിടിക്കും പോലെ പിടിക്കുന്നുണ്ട്. ഞാൻ എന്താക്കി, കുറച്ചുകൂടെ ഉയരത്ത് പറഞ്ഞിട്ട് അനിയനെ ചിറകിന്റെ അടിയിലാക്കി. അപ്പൊ എന്റെ ചിറക് കരിഞ്ഞു. അനുജൻ പറന്ന് എവിടെയോ പോവുകയും ചെയ്തു. അതിന്റെ ശേഷം ഞാനിത് ഇപ്പോഴാണ് ജഡായു എന്നുള്ള പേര് കേൾക്കുന്നത്. എന്ത് പറ്റി എന്റെ അനുജനെ, ഒന്ന് കഥ പറഞ്ഞു തരൂന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, കഥകളൊക്കെ ആദ്യം കണ്ടതും പിന്നീട് ശ്രീരാമചന്ദ്രൻ രണ്ടാമത് കണ്ടതായ കഥകളൊക്കെ ഇവര് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു, വരൂ ഇങ്ങോട്ട് വരൂ, എന്റെ അനുജന് ഞാൻ ശേഷക്രിയ ചെയ്യട്ടെ. ഒന്ന് എന്നെ പിന്നെ സമുദ്രതീരത്തേക്ക് എടുത്തു കൊണ്ടുപോകുമെന്ന് വെച്ച് നടക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെ അവര് കുറെ വാനരന്മാരെടുത്ത് ഹനുമാനെല്ലാം ചെറിയൊരു കടുമണ്ണി എടുക്കും പോലെ തന്നെ എടുത്തിട്ട് കൊണ്ടുപോയി സമുദ്രതീരത്താക്കി ഉദകക്രിയ ചെയ്തു. അതാണ് പക്ഷികൾ വരെ നമ്മുടെ ഭാരതത്തിന്റെ പവിത്രതയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷികൾ വരെ മരിച്ചുപോയവർക്ക് ഉദകക്രിയ. ഇന്നിപ്പം നമ്മുടെ ഹിന്ദുക്കൾക്കാണ് ഇതൊന്നും വേണ്ടാത്തത്. ഉദകക്രിയയും വേണ്ട, ഒന്നും വേണ്ട, തർപ്പണവും വേണ്ട. ജീവിച്ചിരിക്കുന്ന അച്ഛനുമേ തച്ചു കൊല്ലുന്ന ഹിന്ദുക്കൾക്ക് എന്ത് ഉദകക്രിയ, എന്ത് തർപ്പണം. അപ്പൊ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ ഉദകക്രിയൊക്കെ ചെയ്തു. എള്ളിന്റെ മണിയൊക്കെ ഇട്ട്, കാട്ടുവെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ട് തർപ്പണം ചെയ്ത് പറഞ്ഞു, ഞാനിനി എൻ്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ കൂട്ടത്തിലാണ് ഈ ജഡായു ഇങ്ങനെ പറഞ്ഞു പോയതൊക്കെ പറയുന്നത്. ഞാനിങ്ങനെ ചിറക് കരിഞ്ഞിട്ട് ഒരു നിശാകരൻ എന്ന് പേരുള്ള ഒരു മഹർഷിയുടെ ആശ്രമത്തിന്റെ അടുത്ത് വീണിട്ടാകുമ്പം എന്നെ പരിചയമുണ്ട് ആ മഹർഷിക്ക്. അതുകൊണ്ട് മഹർഷി എന്നോട് ചോദിച്ചു, എന്ത് സമ്പാദേ വിരൂപനായി പോകുവാൻ, എന്തു ബന്ധം ഇതാരാലകപ്പെട്ടതും, ഇതെങ്ങനെ പറ്റി സമ്പാദി നിനക്ക്, ആരിങ്ങനെ ചെയ്ത് ചിറക് ഇങ്ങനെ കരിച്ചു കളഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ കാര്യങ്ങളൊക്കെ സമ്പാദിയോട് പറഞ്ഞു, അല്ല നിശാകര മഹർഷിയോട് സമ്പാദി പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ തന്നെ എവിടെയെങ്കിലും തന്നെ താമസിച്ചോളൂ കേട്ടോ. കുറേ കാലം കഴിയുമ്പം വിഷ്ണു ശ്രീനാരായണൻ മനുഷ്യനായിട്ട് അവതരിക്കും അയോധ്യയിൽ. അപ്പോൾ അദ്ദേഹത്തിന് 14 വർഷം കാട്ടിൽ താമസിക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ പത്നിയായ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോകും. കട്ടുകൊണ്ടുപോകുമ്പം ദേവിയെ അന്വേഷിച്ചവരിങ്ങനെ നടക്കും. നടന്ന് ഒരിക്കലും അവര് താമസിച്ചു. അപ്പൊ പിന്നെ വാനരന്മാരെ അതിൻ്റെ ഇടക്ക് സുഗ്രീവൻ എന്ന പേരുള്ള വാനര രാജാവുമായിട്ട് അവര് സഖ്യത്തിൽ ഏർപ്പെടും. അതിന്റെ ഫലമായിട്ട് ബാലിയെ ശ്രീരാമചന്ദ്രൻ കൊല്ലും. സീതാദേവിനെ ഞാൻ കണ്ടുപിടിച്ചു തരാമെന്ന് സുഗ്രീവനും അഗ്നിസാക്ഷിയായിട്ട് സഖ്യം ചെയ്തിട്ടുണ്ടെന്നല്ല ചെയ്യും. വരുന്ന കഥയിൽ അദ്ദേഹം പറയുന്നത് ഭാവി പ്രവചിക്കുന്നത്. അപ്പോ ഈ ആനരന്മാരെ 4 ഭാഗത്തേക്ക് അയക്കുന്ന കൂട്ടത്തിൽ ഒരു ടീം നിന്റെ അടുത്തേക്ക് വരും. അപ്പൊ അവർക്ക് നീ വാക്കുകൊണ്ട് ഉപകാരം ചെയ്യണം, പറഞ്ഞു കൊടുക്കണം സീതാദേവി എവിടെ ഉണ്ട് എന്നൊക്കെ. എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോ നിനക്ക് പുതിയ ചിറകുകൾ വരും കേട്ടോ, ഒന്ന് സങ്കടപ്പെടണ്ട, അതുവരെ എവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് നിശാകര മഹർഷി. അതുകൊണ്ട് എനിക്ക് നിങ്ങളിതാ ഞാൻ പറഞ്ഞു തരാം. കുറച്ചു നേരം മൗനത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു, എന്താ ഇവിടുന്ന് തെക്കോട്ട് കൊണ്ടുപോയിട്ടുണ്ട് സീതാദേവീനെ. അതായത് രാവണൻ എന്ന പേരുള്ള ഒരു ദശാനൻ എന്നും ഒക്കെ പറയും അദ്ദേഹത്തിനെ. കൊണ്ടുപോയിട്ടുണ്ട് സീതാദേവീനെ തൊടാൻ രാവണന് പറ്റൂല. കാരണം
ഒരുപാട് ശാപങ്ങളുണ്ട്. അപ്പൊ ഇഷ്ടപ്പെടാത്ത ഒരു സ്ത്രീനെ തൊട്ട് കഴിഞ്ഞാൽ തല പൊട്ടി തെറിച്ച് ചാവും. അങ്ങനെ ഒരു ശാപങ്ങൾ എന്ന് പറഞ്ഞ ശാപത്തിന്റെ കൂമ്പാരാണ് ഈ രാവണൻ. അതുകൊണ്ട് സീതയെ തൊടാൻ പറ്റിയില്ല. അങ്ങനെ എടുത്ത് കൊണ്ടുപോകുമ്പോഴും ഇങ്ങനെ ഭൂമി ഇങ്ങനെ തുറന്നിട്ട് ആ ഭൂമിയോട് എടുത്തിട്ടാണ് തേലിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയത്. കൈ പിടിച്ച് വലിച്ചു എന്നൊക്കെ പറഞ്ഞ് വെറും വേണ്ടാതെ വർത്താനം. അങ്ങനെ ഓൻ അവിടെ തന്നെ ചാവുമായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ ഇപ്പം ഒരു ഉദ്യാനത്തില് പൂന്തോട്ടത്തില് ഒരു മരത്തിന്റെ ചുവട്ടിൽ അശോകവനിയില് ശിംശപാവൃക്ഷത്തിന്റെ ചുവട്ടില് ദേവി ഇരുന്നിട്ടുണ്ട്. ശിംശപാവൃക്ഷം നമ്മൾ പറയുന്ന ഇരുള് മരാണെന്നും പറയുന്ന കേൾക്കുന്നുണ്ട്. അതിന് നല്ലോണം ഇലയില്ലത് കൊണ്ട് അതിന്റെ ചുവട്ടിലിരുന്നാല് ഒട്ടും വേല് കൊള്ളൂല. അപ്പൊ അതിന്റെ ചുവട്ടില് സീത നിത്യവൻ ദിവസം വരും, പറയും, അനുനയിപ്പിക്കാൻ നോക്കും. പിന്നെയും വരും കുറേ രാക്ഷസികളെ എത്തിയിട്ട് പറയും അനുനയിപ്പിക്കണം, 2 മാസത്തിനുള്ളിൽ എന്നെ ഇഷ്ടം തോന്നിപ്പിക്കണം എന്നൊക്കെ പറയുമായിരുന്നു ഇവൻ അതിൻ്റെ അടുക്ക്. അങ്ങനെ ദേവി യാതൊരു കുലുക്കവും ഇല്ലാതെ രാമനാമം മാത്രം ജപിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമുദ്രം ആർക്ക് ചാടിക്കടക്കാൻ പറ്റും എന്ന് വെച്ചാല് ആ ദേവീനെ കാണാനും കൊണ്ടുവരാനും പറ്റും. നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിച്ചോളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുണ്ട് ഇദ്ദേഹത്തിന് ചിറകുകൾ കണ്ട. എനിക്ക് ചിറക് വന്നില്ലേ, അതാണ് ഈ മഹർഷിമാരുടെ വരം ഫലിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ചിറക് വന്ന് ഞാൻ പോന്നു പറഞ്ഞു വിഹായത്തിലേക്ക് എന്നു പറന്നു മറഞ്ഞിത് അത്യുന്നതനായ സമ്പാതി വിഹായസ. ആദ്യം ഇദ്ദേഹം പറഞ്ഞെന്തെന്ന് എനിക്ക് ചിറകില്ലല്ലോ, ഉണ്ടെങ്കിൽ ഞാൻ സീതാദേവീനെ ഞാൻ എന്നെ പോയിട്ട് കാണുമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ചിറക് വന്നിട്ട് അമ്മ പറഞ്ഞു അവിടെ പോവുകയും ചെയ്തു. അത് വേറെ കാര്യം. അങ്ങനെ എഴുതൽ ആണെന്നും പറഞ്ഞ് സമ്പാദി പോയല്ലോ. പിന്നെ ഇവര് തുടങ്ങി എന്ത് ചെയ്യണം, ഇനിയിപ്പോ എങ്ങനെ ഈ സമുദ്രം എങ്ങനെ കടക്കല്, അതിഭയങ്കരല്ലേ, അതില് മകരം ഉണ്ടാവും. അതെ അതിന് മകരം എന്ന് പറഞ്ഞ മുതല ഉണ്ടാവും, ഭീകരന്മാരായ മത്സ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞറിഞ്ഞിരിക്കുമ്പം ഈ ജാമ്പവാൻ പറഞ്ഞു, വാർദ്ധക്യം എന്നെ ആക്രമിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും പറന്നു പോയിട്ട് സീതാദേവിനെ കണ്ടേനെ. എനിക്ക് അല്ലാതെ വയസ്സായില്ല, ഞാൻ സത്യയുഗത്തിലുള്ള ആളല്ലേ. ആ ത്രിവിക്രമനായിട്ട് നമ്മുടെ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് ആ മഹാബലിന്റെ 3 അടി കൊണ്ട് അദ്ദേഹം പിടിച്ചടക്കിയ എല്ലാ ഭൂമിയും ത്രിലോകങ്ങളും തിരിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ 21 വട്ടം ഭൂമിക്ക് പ്രദക്ഷിണം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് പെരുമ്പറ, എൻ്റെ ശരീരത്തിലേക്ക് പെരുമ്പറ വെച്ച് കെട്ടിയിട്ട് അതിനെ അടിച്ചടിച്ചടിച്ചടിച്ച് ഞാൻ 21 വട്ടം ഭൂപ്രദക്ഷിണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്കിപ്പം പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു, പണ്ട് ഞാൻ ആനേനെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഇന്ന് എനിക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് ആ നാമം ജപിച്ചുകൊണ്ട് ആർക്കാണോ ഈ സമുദ്രം ചാടിക്കടക്കാൻ പറ്റുന്നത് അങ്ങനെ നോക്കണം എന്ന് പറഞ്ഞു. ആരാണ് സമുദ്രം ചാടിക്കടക്കുന്നത് അത് തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരാള് പറഞ്ഞു 10 ചാടാം, 10 യോജന. അന്നേരം പറഞ്ഞു ഞാൻ 20, ഞാൻ 30, 40, 50, 60, 70 ഇങ്ങനെ ഓരോരു അവരുടെ പ്രാപ്തിക്കനുസരിച്ച് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം പറഞ്ഞു, ആര് ഈ യുവരാജാവായ അങ്കദൻ പറഞ്ഞു, ഞാൻ എങ്ങനെയും ചാടി അക്കരക്ക് എത്തുമായിരിക്കും, പക്ഷേ സീതാദേവിനെ കാണാൻ പറ്റുമെന്നും അറിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടാവും, എനിക്ക് തിരിച്ചിക്കര വരാൻ പറ്റുമെന്നും അറിയില്ല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അങ്ങനെയൊക്കെ ഇനി പറ്റുമെങ്കിലും അങ്ങേ ഞങ്ങൾ അയക്കൂലല്ലോ, ഞങ്ങൾ യുവരാജാവല്ലേ, അങ്ങ് ഞങ്ങളിൽ ആരെങ്കിലും ഭൃത്യരിൽ ആരെങ്കിലും ഉണ്ടായാലേ നോക്കാന്ന് പറഞ്ഞു. അന്നേരം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എഴുന്നേറ്റു, ജാമ്പവാൻ തന്നെ എഴുന്നേറ്റ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത രീതി കർത്തവ്യതാമൂഢനായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ വായുസുതനായ ഹനുമാൻ. അപ്പൊ ചോദിച്ചു, അല്ലേ എന്തെന്ന് ഇത് കഥ, മറ്റുള്ളവരുടെ മാതിരി എന്തേ ഇങ്ങനെ ഇരിക്കുന്ന അങ്ങേക്ക് ഇത് ശരിയല്ല, ആരാണെന്നാണ് ജനിച്ച ഉടനെ 500 യോജന മേൽപോട്ട് ചാടിയാക്കോ, ഇപ്പൊ 100 യോജന ചാടാൻ പറ്റാത്തത്? ആ സൂര്യബിംബം കണ്ടിട്ട് പഴമാന്ന് വിചാരിച്ചിട്ട് 500 യോജന ചാടിയില്ലേ? അപ്പോഴല്ലേ ദേവന്മാര് പിന്നെ ദേവേന്ദ്രൻ
വജ്രായുധം കൊണ്ട് പ്രയോഗിച്ചതും അത് ഹനുവിൽ, അതായത് താടിയെല്ലിന് കൊള്ളുകയും അപ്പോൾ അങ്ങയുടെ അച്ഛനായ വായുദേവൻ പാതാളത്തിലേക്ക് പോവുകയും അപ്പോൾ എല്ലാം ലോകമെല്ലാം സ്തംഭിച്ചു. ആർക്ക് ശ്വാസം കിട്ടാണ്ടായതുകൊണ്ട് ദേവന്മാരൊക്കെ പറഞ്ഞു അങ്ങയുടെ മകന് വേണ്ടുന്ന വരങ്ങളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു. ചിരഞ്ജീവത്വം തന്നിട്ടുണ്ട് അങ്ങേക്ക്, അതൊന്നും അറിയില്ലേ? അങ്ങ് ചിരഞ്ജീവിയല്ലേ, അതിശക്തൻ അങ്ങയുടെ. അപ്പൊ ഈ ഹനുമാനെ അതും പറഞ്ഞിട്ടുണ്ട് ദേവന്മാർ. ആരാണ് ഇവന്റെ ഇത് കഴിവ് വർണ്ണിച്ചെത്തുമ്പോ ഇയാൾക്ക് വല്ലാത്ത ശക്തി കിട്ടുന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ജാമ്പവാൻ ഇങ്ങനെ പറഞ്ഞത്. പറഞ്ഞാകുമ്പം അയ്യോ ഈ ഓരോരോ വാക്ക് ഓരോന്നിങ്ങനെ കീർത്തിക്കുമ്പോഴും ഹനുമാൻ ഇങ്ങനെ വളർന്നു ഒരു മഹാമല പോലെ വളർന്നു. എന്നിട്ട് ചാട്ടം ഇവിടെ ആ ഒരു പർവ്വതത്തിന്റെ മേലെ, ആ പർവ്വതത്തിന്റെ മേലേന്ന് കൈ ഇങ്ങനെ അടർത്തി വാല് പൊക്കി ഒരു കാല് മടക്കി ഒരു കാല് നിവർത്തി വെച്ച് ഒരൊറ്റ പോക്കാണ്, വിമാനം പോകുന്നത് പോലെ. എവിടത്തേക്ക്? ലങ്കയിലേക്ക്, ത്രികൂടാചലത്തിന്റെ മുകളിലേക്ക് അങ്ങ് പറന്നു. അതിൻ്റെ ഒരുപാട് പിന്നെ മൈനാകം പൊങ്ങി വന്നിട്ട് എവിടെ ഇരിക്കൂ, ക്ഷീണം തീർക്കൂന്നൊക്കെ പറഞ്ഞൊന്നുമില്ല. ഞാൻ എൻ്റെ അമ്മയെ, എൻ്റെ സീതാദേവി, എൻ്റെ പ്രഭുവിൻ്റെ പത്നിയെ കാണാതെ ഞാനൊന്നും ജലപാനം കഴിക്കൂല. നന്നായി അനുഗ്രഹം തടവിയിട്ട് പർവ്വതത്തിനെ വിട്ടു. അത് പണ്ട് ദേവേന്ദ്രൻ പർവ്വതങ്ങളെല്ലാം ചിറകരിഞ്ഞിട്ടിട്ടുണ്ടായിരിക്കും. ദേവേന്ദ്രനൊരു അഹങ്കാരിയല്ലേ അപ്പ. അപ്പോ ഈ പർവ്വതം സമുദ്രത്തിന്റെ അടിയിൽ ഒളിച്ചിട്ടുണ്ടായി നമ്മുടെ മൈനാകം. അതുകൊണ്ട് മൈനാകം അവിടെ തന്നെ സുരക്ഷിതനാണ്. അങ്ങനെ മൈനാകത്തിനെ വിട്ടു. പിന്നെ ഈ നിഴല് പിടിച്ചു തിന്നെത്തി വന്നു ഛായാഗ്രഹണീനെ ഒരൊറ്റ അടിക്ക് കൊന്നു. പിന്നെ അങ്ങനെയും പോയി. പിന്നെയും പോകുമ്പോൾ ലങ്കാലക്ഷ്മിനെ കണ്ടു. ലങ്കാലക്ഷ്മിയും ആയിട്ട് എന്തൊക്കെയോ മത്സരമുണ്ട്. കഴിക്കാം, എൻ്റെ വായൊക്കെ കൂടുന്നുണ്ട്, ഞാൻ ഭക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്, അമ്മേ ഞാൻ എൻ്റെ പ്രഭുവിൻ്റെ പത്നിയെ കണ്ട് വന്നിട്ട് ഞാൻ അമ്മയുടെ ഭക്ഷണമായിക്കൊള്ളാം ഒന്നും പറഞ്ഞാൽ പറ്റൂല എന്ന് പറഞ്ഞു. പരീക്ഷണമാണ്, ദേവന്മാർ പറഞ്ഞയച്ചതാണ്. അപ്പോൾ വായു വളർന്നു 10 യോജന. അതില് അപ്പൊ പിന്നെ അന്നേരം 20 യോജനയായി ഹനുമാൻ. അപ്പൊ 30 യോജന വളർന്നു. അങ്ങനെ വളർന്നു വലിയ വായങ്ങ് തുറന്നു കൊടുക്കുമ്പം അതിലേ കൂടി കയറി ചെവിയിലെ കൂടെ ഇതിലും ഇങ്ങോട്ട് വന്നു, പുറത്തേക്കും വന്നു ഹനുമാൻ. അപ്പൊ ലങ്കാലക്ഷ്മിക്ക് സന്തോഷമായിരുന്നു. പറഞ്ഞു ഞാനൊരു പിന്നെ ഗന്ധർവ സ്ത്രീയാണ്, ഒരു ശാപം കൊണ്ടാണ് ഇവിടെ വന്നത്. എന്നിട്ട് ബ്രഹ്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു വാനരന്റെ അടി കൊണ്ട് അന്ന് നീ ഇങ്ങോട്ട് വന്നോ, എനിക്ക് ശാപമോക്ഷം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് ഞാനിനി പോകുന്ന ബ്രഹ്മലോകത്തേക്ക് പോകുന്നു. ഞാനൊരു അപ്സര സ്ത്രീയാണ്, ഇങ്ങനെ ആയതാണ് എന്നും പറഞ്ഞിട്ട് വരുന്ന ദിക്കിലുണ്ട് സീതാദേവി പോയിട്ട് കണ്ടോളൂ കേട്ടോ. ശ്രീരാമചന്ദ്രനോട് ഒരു വിവരം പറയും. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. എത്രയും വേഗം സീതാദേവിനെ അങ്ങ് കാണട്ടെ. ശ്രീരാമചന്ദ്രൻ വന്ന് ഈ രാക്ഷസന്മാരെ മുഴുവനും നശിപ്പിച്ച് സീതാദേവിനെ കൊണ്ട് ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ പോയിട്ട് രാജാവായി വാഴട്ടെ, ചക്രവർത്തിയായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പോയി. അങ്ങനെ അവിടെ പോയിട്ട് പിന്നെന്താ അപ്പോ ഇദ്ദേഹം പോയി ഒരു മരത്തിന്റെ മേലെ ഇരുന്നിട്ടാകുമ്പോ തന്നെയാണ് അതിസുന്ദര രൂപം പൂണ്ട് അഴകിയ രാവണനായിട്ട് രാവണൻ വരുന്ന കോലാഹലം കേട്ടു. അപ്പോ സീതാദേവി പിന്നെയും കുനിഞ്ഞു 2 കാൽമുട്ടിന്റെ ഉള്ളിലേക്ക് ശിരസ് ഇങ്ങനെ മുഖം പൂഴ്ത്തി വെച്ചിട്ടാണ് ഇരിക്കുക. ആ ദൈവം വന്നിട്ട് അങ്ങനെയല്ലേ എനിക്ക് ദേവസ്ത്രീകള്, നാഗസ്ത്രീകള്, ഗന്ധർവ സ്ത്രീകള്, അപ്സര സ്ത്രീകള്, അങ്ങനെ മനുഷ്യ സ്ത്രീകള്, അങ്ങനെ 5-6 തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്നെ പരിചരിക്കാൻ. എന്നെ പരിചരിക്കും അവര്. നീ വരൂ എൻ്റെ പട്ടമഹിഷിയായിട്ട് ലങ്കയിൽ കൂടാം. അങ്ങനെയാണ് ഇങ്ങനെയാണ് രാമനെ കൊണ്ടുവന്ന ഫലം എന്നൊക്കെ പറയുമ്പം ഒരു പുല്ലെടുത്തിട്ട് ഒരു പുൽക്കൊടി ഇങ്ങനെ കുത്തപ്പിടിച്ചതിന് പറിച്ച് നടക്കിട്ടിട്ട് പറഞ്ഞു, രാവണപ്പുല്ലേ, എൻ്റെ ഭഗവാന്റെ ചെറുവിരലിന് നീ പോരാ, എൻ്റെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ഒരു ചെറുവിരലിന് പോരാ, നീ എന്തിനിങ്ങനെ ജൽപ്പിക്കുന്നു വനരോധനം? നീ വിചാരിക്കുന്ന ഒരു കാര്യം സാധിക്കൂല, നീ പോന്ന് പറഞ്ഞിട്ടുണ്ട് സീതാദേവി. അങ്ങനെ പറഞ്ഞു. പിന്നെ എല്ലാം കേട്ടോണ്ട് നമ്മുടെ ആഞ്ജനേയ സ്വാമി മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ബാക്കി കഥ സീതാദേവീനെ ഇറങ്ങിയിട്ട് കാണലും ഒക്കെ ആശ്വസിപ്പിക്കലൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ എൻ്റെ പൊന്നുണ്ണിക്കണ്ണന്റെയും അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നാളെ അതൊക്കെ വർണ്ണിക്കാമെന്ന് വിചാരിക്കുന്നു.
മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം.